السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ വോയിസ് മെസ്സേജ് വിടുന്നത് നിങ്ങളോട് ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധമായ അറഫ ദിനം നാളെയാണ്. കേരളത്തിലും സൗദി അറേബ്യയിലും മറ്റ് അറബ് നാടുകളിലും എല്ലാം നാളെയാണ് അറഫ നോമ്പെടുക്കുന്നത്. മറ്റന്നാളാണ് പെരുന്നാൾ. ബാംഗ്ലൂരും ചെന്നൈയിലും മറ്റും പെരുന്നാൾ വെള്ളിയാഴ്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, അറഫ നോമ്പിനെ പറ്റിയാണ്. അറഫ നോമ്പ് വളരെയധികം ഗൗരവമേറിയ സുന്നത്താണ്. അറഫ നോമ്പ് നോക്കുന്ന ഒരാളിൻ്റെ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും, അതായത് 2 വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സ്വഹീഹായ നിരവധി ഹദീസുകളിലൂടെ മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെയധികം ഗൗരവമേറിയ അറഫ നോമ്പ് ഇൻഷാ അല്ലാഹ് നാളെ, മറ്റന്നാൾ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നാളെ അറഫയാണ്. അറഫ നോമ്പ് നോക്കണം. വളരെയധികം പ്രാധാന്യമുള്ള നോമ്പാണ്. പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന്, ആയുസ് നീട്ടിക്കിട്ടപ്പെടുന്നതിന് ഒക്കെ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട നോമ്പാണത്. ഒപ്പം ലക്ഷോപലക്ഷം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ആ ലോക മഹാസമ്മേളനം അവിടെ നടക്കുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അവിടെ പോകാൻ കഴിയാത്തവരായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് വളരെ ഗൗരവമായി നോമ്പിനെ കണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ നോമ്പെടുക്കുന്നതിന് തയ്യാറാകണം. ഇന്ന് രാത്രിയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നാളെ നോമ്പെടുക്കണമെന്നും, നാളത്തെ നോമ്പുകാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോമ്പിൻ്റെ രണ്ടാമതെനിക്ക് പറയാനുള്ള കാര്യം അതാണ്. നോമ്പ് എടുക്കുന്ന എല്ലാ സഹോദരങ്ങളും അവരുടെ നാളത്തെ പ്രാർത്ഥനകളിൽ ദുആയ്ക്ക് വളരെയധികം സ്വീകാര്യതയുള്ള ദിവസമാണ് നാളെ. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തും മറ്റും നാളത്തെ പ്രാർത്ഥനകളിൽ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഇതുകൂടാതെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയവർ പരിശുദ്ധ ഹജ്ജിനുണ്ടെങ്കിൽ, അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരുണ്ടെങ്കിൽ, സാഹചര്യം അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് അവർക്ക് ഫോർവേഡ് ചെയ്യുകയും അവരോടെല്ലാം ഇൻഷാ അല്ലാഹ് അറഫയിൽ പങ്കെടുക്കുന്ന, ഹജ്ജിന് പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കേസിൻ്റെ കാര്യം വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ നീങ്ങുകയാണ്. എനിക്കെൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കപ്പെടണം. അത് ഞാനെന്ന ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, നിങ്ങൾക്കറിയാം. കാരണം ഞാൻ ഈ കേസിൽ കുടുക്കപ്പെട്ടതും ഞാൻ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതുമൊക്കെ ദുന്നാസ്ര മഅദനി എന്ന ഒരു വ്യക്തിയോട് മാത്രമുള്ള ചിലരുടെ വിരോധമല്ല. അത് നിങ്ങൾക്കത് അറിയും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് ഈ കേസിൽ എൻ്റെ നിരപരാധിത്വം വ്യക്തമായി കുറ്റവിമുക്തനാക്കപ്പെട്ട് കേരളീയ സമൂഹത്തിലേക്ക് എത്താനുള്ള ഒരു സൗഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. രോഗങ്ങൾ വളരെയധികം അലട്ടുന്നുണ്ട്. അടുത്ത സമയത്ത് അലർജിയുടെ അസ്വസ്ഥത കൂടിയിട്ട് ശ്വാസം മുട്ട്, അതുപോലെ ശരീരത്തിന് ചൊറിച്ചിൽ, ചുമ, മറ്റു പല ബുദ്ധിമുട്ടുകളും പുതുതായി ഉണ്ടായിട്ടുണ്ട്. നേരത്തെയുള്ള കണ്ണിൻ്റെ അസുഖവും മറ്റ് വിഷമങ്ങളും ഒക്കെ കൂടാതെ. അതുകൊണ്ട് അതെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ചും അറഫയിൽ ഒരുമിച്ച് കൂടുന്ന എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് വേണ്ടി ഏറ്റവും പരമപ്രധാനമായി മറക്കാതെ ദുആ ചെയ്യേണ്ടത് എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനും എനിക്ക് ആഖിബത്ത് നന്നായി മരിക്കുന്നതിനും നാളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതിനുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന സഹോദരങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പേജിലെ ഫോളോവേഴ്സായ മുഴുവൻ സഹോദരങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനോടൊപ്പം ഈ മെസ്സേജ് നിങ്ങൾ ഹജ്ജിന് പോയിട്ടുള്ള സഹോദരങ്ങളിലേക്ക് ഏതെങ്കിലും നിലയിൽ ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങൾ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹീതമായ ഈ അറഫ ദിവസത്തിൻ്റെയും ഇന്നത്തെ അറഫ രാവിൻ്റെയും ഒക്കെ മഹത്വം കൊണ്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ നമുക്ക് ഭാഗ്യം തരികയും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാം നാം കാത്തുരക്ഷിക്കപ്പെടുകയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈമാൻ കാമിലായി മരിച്ച്
നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വീണ്ടും ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.